വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ, എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ പാചകങ്ങളും വാചകങ്ങളും എല്ലാം കൂടിയുള്ള വിശേഷങ്ങളാണ്. അമ്മയിലും ഇരുന്നില്ലെങ്കിൽ ഞാൻ പിണങ്ങൂന്ന് പറഞ്ഞു. അമ്മ പറഞ്ഞാൽ കേട്ടില്ല, പിണങ്ങൂന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അമ്മയോട്. ആഹാ, അങ്ങനായോ? ചുമ്മാ കേട്ടോ. അങ്ങനെ അതാണ് ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പാചകം എല്ലാം ഉണ്ട്, ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണം. ഇവിടെ നിന്ന് എന്നെ കാണാൻ പറ്റുമോ? കാണാമല്ലോ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഞങ്ങളെ സപ്പോർട്ടും ചെയ്യണേ. അപ്പം നമുക്കിനി വീഡിയോയിലോട്ട് പോകാം. ഗുഡ് മോർണിംഗ്. അന്നേരം ഇന്ന് രാവിലെ വെളുപ്പിന് തന്നെ എൻ്റെ കുളി കഴിഞ്ഞ്. കാരണം നൊയമ്പ് ഇന്നലെ 11:30 മണിക്ക് രാത്രിയിൽ തീർന്നത്. അപ്പൊ രാവിലെ എഴുന്നേറ്റിട്ട് നമ്മൾ കുളിച്ചിട്ട് എങ്ങനായിരുന്നു ചെയ്തെല്ലാരും പറഞ്ഞേ? ഹോംവർക്ക ഞാൻ ചെയ്ത എങ്ങനെയാന്ന് ഞാൻ പറയാം. കുളി കഴിഞ്ഞ് ഒരു ഗ്ലാസ്സിനകത്ത് 2-3 പച്ചരി ഇട്ട് ഒരു തുളസിയില ഇട്ട് കിഴക്കോട്ട് നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ആ പച്ചരിയെയും തുളസിയിലയും കൂടെ ചവച്ചിറക്കുക. അപ്പം നമ്മുടെ നൊയമ്പ് വീർന്നു, അരിയാഹാരം തുടങ്ങുവാന്നുള്ള ഒരു ഇതുണ്ട്. അങ്ങനെയാണ് ഞാൻ നൊയമ്പ് തീർക്കുന്നത്. ഏത് നൊയമ്പെടുത്താലും അങ്ങനെയാണ്. അന്നേരം നമുക്കിനി നമ്മുടെ കാര്യങ്ങളിലോട്ട് പോകാം. ഇനി അടുത്ത വർഷം തിരുവാതിര. ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എന്നാണെന്നറിയാവോ? ദോശയും കടലക്കറി. അതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പൊ നമുക്ക് ഓരോന്ന് തുടങ്ങി നമുക്ക് പിന്നെ കാണാം കേട്ടോ. അപ്പൊ നമ്മുടെ ദോശ ഞാൻ ചുട്ടോണ്ടിരിക്കുന്ന അവിടെ ചുട്ടു വന്നപ്പോഴേ അരിമാവ് തികയത്തില്ല. നമുക്ക് ഗോതമ്പ് തന്നെ ഇന്ന് രാവിലെ ദോശ 3 എണ്ണത്തിന് വേണ്ടി എടുത്ത് കലക്കി. എനിക്ക് 3 ഗോതമ്പ് ദോശ. ഓരോരുത്തർക്കും ഓരോ വിധി ഉണ്ടല്ലോ. ഇപ്പം നമ്മുടെ നൊയമ്പ് കഴിഞ്ഞാലും ഓരോ വിധികളുണ്ടല്ലോ, അതിനനുസരിച്ചല്ലേ വരത്തുള്ളൂ. അപ്പൊ ഇന്നും രാവിലെ ഗോതമ്പ് ദോശ തിന്നാനാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് എനിക്ക് ഗോതമ്പ് ദോശ വന്നത്. അറിയില്ല, നമ്മളല്ലേ അല്ലേ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പൊ നമുക്കെല്ലാം കഴിഞ്ഞിട്ട് കാണാവേ. അപ്പൊ ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണേ. ദോശയും കടലക്കറിയും പഴവും എല്ലാം കൂട്ടി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കട്ടോ കേട്ടോ. അപ്പൊ ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞു. ഇന്ന് നമുക്ക് ചക്കക്കുരു മാങ്ങയും കറി കുറച്ചേ ഉള്ളൂ കേട്ടോ, കുറച്ചേ വെക്കുന്നുള്ളൂ. ശകലം ചക്കക്കുരു ഉള്ളായിരുന്നു. പിന്നെ മാങ്ങി നല്ല പുളിയാണ്. ഇച്ചിരി ചരിച്ച മാങ്ങയാണെങ്കിൽ ഒന്നുകൂടെ അടിപൊളിയാണേ. എന്താണേലും ഇപ്പോൾ ഉള്ളത് വെച്ചാലേ വെക്കാൻ പറ്റുള്ളൂ. ചെരുവാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പോൾ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത്രയും ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഇച്ചിരി മുളക് പൊടി ഇട്ട് ഉപ്പും ഇട്ട് അടച്ച് വേകാൻ പറ്റുക. ഇനി നമ്മുടെ മുളക് പൊടി ഇട്ട് റിപ്പീറ്റ് ചെയ്യാം വീണ്ടും അറിയാൻ മേലാത്തവർക്ക്. മുളക് പൊടി ഇട്ട് ഉപ്പും ഇട്ട് നമുക്ക് അടച്ച് വേകാൻ വെക്കാം. ഒന്നുകൂടെ പറഞ്ഞുതരാം. ചക്കക്കുരു മാങ്ങയും കൂടെ അരിഞ്ഞ് കുക്കറിനകത്ത് ഇടുക, വെള്ളം ഒഴിക്കുക, ശകലം മുളക് പൊടി ഇടുക, ഉപ്പിടുക. കുക്കറിനെ അടയ്ക്കുക, അടുപ്പത്ത് വെക്കുക, തീ കത്തിക്കുക, വിസിലിടുക, ഏറ്റിടുക. ഓക്കെ, ഇത്രയും മനസ്സിലായില്ലേ? മനസ്സിലായോ ഇല്ലോ? പറയാം. എല്ലാവർക്കും മനസ്സിലായില്ലേ? പറഞ്ഞു. മനസ്സിലാകാത്തവരുണ്ട് പറഞ്ഞു. എല്ലാവർക്കും മനസ്സിലായല്ലോ? മനസ്സിലായില്ലേ? ഇനി മനസ്സിലായില്ലെന്ന് പറയില്ല. ഓക്കെ. അപ്പം ഇതവിടെ ഇരുന്ന് പതുക്കെ വേഗട്ടെ. അമ്മ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിക്കാൻ പോകുന്നേ ഉള്ളൂ. അല്ലേ? കഴിക്കാൻ പോകുന്നതേ ഉള്ളൂ. കഴിക്കാൻ പോകുന്നതേ ഉള്ളൂ.
ദോശയും കടലക്കറിയും കൂടെ തിന്നാൻ പോവുക. ഞങ്ങൾ ഇന്ന് ഫസ്റ്റ് അടിച്ച്. അപ്പൊ ഇതിരുന്ന് വേഗട്ടെ കേട്ടോ. അപ്പൊ നമ്മുടെ ചക്കക്കുരു മാങ്ങയുടെ ഇതൊക്കെ ചീറ്റി നിർത്തി വെക്കാവേ. ഒന്ന് നിർത്തില്ല അല്ലേ, നമുക്ക് തീർന്നു. അപ്പൊ അടുത്ത തന്നെ അത് അവിടെ ഇരിക്കട്ടെ, അതിന്റെ ഏറ് പോകുന്നിടം വരെ അവിടെ ഇരിക്കട്ടെ. അരപ്പെല്ലാം അരച്ച് വെച്ചേക്ക. അരപ്പിന് എന്തൊക്കെയാ വേണ്ടിയത്? തേങ്ങ, ശകലം ജീരകം, ഇച്ചിരി മഞ്ഞപ്പൊടി, ഉള്ളി, ചുമന്നുള്ളി നന്നായിട്ട് അരച്ചെടുക്കുക. ഓക്കെ, അത് മാറ്റി വെച്ചല്ലോ. ഇത് മനസ്സിലായല്ലോ. അറിയാൻ മേലാത്തവരിപ്പോൾ ചോദിച്ചോണം, പിന്നെ പറഞ്ഞിട്ടില്ല. അപ്പം നമുക്കിനി അടുത്ത തന്നെ നോക്കാം. ഇതവിടെ നിന്ന് അതിന്റെ ഏറ് പോകുമ്പോഴത്തേക്കും കൂട്ടി യോജിപ്പിച്ച ചക്കക്കുരു മാങ്ങയും കറിയല്ലേ. അടുത്തൊരു മെഴുക്കുവരട്ടിക്ക് വേണ്ടി നമുക്ക് തയ്യാറാക്കണം. അതിനായത് വെണ്ടയ്ക്ക അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഇവിടെ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് ഇച്ചിരി ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് തീ കത്തിച്ച് അടച്ചു വെക്കുക. അടപ്പെടുത്തോണ്ട് വരാം. അതിനിത്ര ഇവിടെ ഇതിനെ ഇങ്ങോട്ട് അടക്കണം. അപ്പം ഇതിന്റെ അടപ്പ് വെച്ച് അടച്ചു വെക്കാം. എന്നിട്ട് ഇത് രണ്ടും വേവിച്ചിട്ട് ഇച്ചിരി മത്തിയോ അയലയോ ഇത്ര ദിവസമായി നമ്മൾ കൂട്ടിയിട്ടല്ലേ. അപ്പൊ അത് മേടിക്കാന്ന് പറഞ്ഞാൽ എനിക്കപ്പോൾ പുറത്തൊന്ന് പോകണം. അമ്മയുടെ ഗുളികരുന്ന് അത് മേടിക്കാൻ പോകണം. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ മേടിച്ചോളാം, ചേട്ടനോട് പറഞ്ഞു. അപ്പൊ നമുക്ക് അതിന് പോണം. ഇന്ന് എന്താണേലും കുളി കഴിഞ്ഞ് മീൻ വെട്ടാൻ പറ്റുള്ളായിരുന്നു. നമ്മുടെ നൊയമ്പ് വീടുണ്ടായിരുന്നു. നൊയമ്പ് വീടുന്ന് കുളി കഴിഞ്ഞിട്ട് വെള്ളം കുടിക്കാവുള്ളൂ, ചായ കുടിക്കാവുള്ളൂ. അതുകൊണ്ട് അപ്പൊ സാരമില്ല, വൈകിട്ട് മേലെ വരുമല്ലോ. അപ്പൊ ഞാൻ ഇതൊക്കെ ചെയ്തിട്ട് കാണാവേ. അപ്പൊ അതൊക്കെ റെഡി ആകുമ്പോഴത്തേക്കും നമ്മളെങ്ങനെ വെറുതെ സമയം വേസ്റ്റ് ആക്കുന്നത്? തേങ്ങ തിരുമ്മി വെച്ചു. എനിക്ക് ഇച്ചിരി മത്തി മതിയായിരുന്നു. മത്തിയോ അയിലയോ മതിയോ, വേറെ ഒന്നും ഞാൻ നോക്കുന്നില്ല. അന്നാണ് ഉദ്ദേശിച്ചിരുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് തയ്യാറാവുകയാണേ. അപ്പൊ ഞാൻ വിചാരിച്ച് തേങ്ങായും നമ്മുടെ വറ്റിലെ മുളകായിട്ട് കുറച്ചങ്ങോട്ട് പച്ചയ്ക്ക് അരയ്ക്കാൻ പോയി. എപ്പോഴും പിരിയമുളകിന്റെ പൊടിയല്ല ഇടുന്നത്. ഇതങ്ങോട്ടില്ല. കുളവാക്കാനാണോ എരിവ് കൂടുവോ ഒന്നും അറിയില്ല. സാരമില്ല, അതും ഇട്ട് പിന്നെ ചുമന്നുള്ളിയും കൂടെ ഇട്ട് ഞാൻ മല്ലിപ്പൊടി ചേർക്കത്തില്ല. മല്ലിപ്പൊടി ചേർത്താലും കുഴപ്പമൊന്നുമില്ല. മഞ്ഞപ്പൊടിയും കൂടെ ചേർക്കട്ടെ. മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് നമുക്ക് അരയ്ക്കാം. നന്നായിട്ട് അരയണം. ചുമന്നുള്ളിയും കൂടെ വറ്റിലമുളക് ഇട്ടായിരുന്നു മീൻ കറി വെക്കുന്നത്. വേണ്ട, എനിക്ക് പോണം. അതാണ് ഇച്ചിരി സാധനം തന്നെ. മറ്റേ തലകറക്ക പുളിയ പിന്നെ എനിക്ക് എന്തെങ്കിലും ഇത്. അപ്പൊ ഇത് അരയ്ക്കാം. ചേട്ടൻ പുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇത് എനിക്ക് പോണെന്ന് പറയായിരുന്നു പുറത്തെ. അപ്പം ഞാൻ ഇച്ചിരി ചേട്ടൻ പോയി മേടിക്കാന്ന് പറയുമായിരുന്നു. അപ്പൊ ഞാൻ അരയ്ക്കട്ടെ. നല്ലതായിട്ട് അരച്ച് അത് നീലമ്മ. അപ്പൊ ഇത് നന്നായിട്ട് അരച്ചിട്ട് നമുക്ക് കാണാവേ. അപ്പൊ നമ്മുടെ ചക്കക്കുരു മാങ്ങയും വെന്തോ ഏറൊക്കെ പോയി. അവളെ നമുക്കങ്ങ് ചേർത്തേക്കാം. ഇടയ്ക്ക് നമ്മുടെ വെണ്ടയ്ക്ക എന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി നിങ്ങൾ മാറ്റി വെച്ചൊരടപ്പേ അല്ലെ കുഴഞ്ഞു. അടപ്പൊക്കെ ഒന്ന് മാറ്റി വെച്ചോണം കേട്ടോ. അല്ലെ കുഴഞ്ഞങ്ങ് പോകും. പിന്നെ ഞാൻ പഠിപ്പിച്ച ശരിയായില്ലെന്ന് പറഞ്ഞേക്കല്ലായി. അപ്പൊ ചക്കക്കുരു മാങ്ങയും കൂടെ വെന്തോന്ന് ഫസ്റ്റ് നോക്കുക. എത്ര കുക്കർ ചിലപ്പോൾ അടച്ചാലും വേഗത്തിലായിരിക്കും. അപ്പം വെന്തിട്ടില്ലെന്ന് എൻ്റെ വെന്തു അങ്ങോട്ട് ചേർത്തില്ല. അപ്പം എന്നെ ചെയ്യണം? അങ്ങോട്ട് ഇത് വെച്ച് കൂട്ടി അങ്ങോട്ട് ഉടച്ച് വേവിക്കുക, യോജിപ്പിക്കുക. വെന്തതാണ് ചക്കക്കുരിന്. ചേട്ടൻ ചിരിക്കുക.
ക്ലാസ്സിൽ കയറിയിട്ടേ കുട്ടികളോട് പറയുന്നതിന് ചേട്ടൻ ചിരിക്കുന്നു. അങ്ങനെയുണ്ട്. അപ്പം ഇതിനെ അങ്ങോട്ട് വെന്തതാണ്. പിന്നെ നമുക്കറിയാലോ എല്ലാവർക്കും ശരിക്കും യോജിച്ചില്ലെങ്കിൽ കൊള്ളത്തില്ലല്ലോ. അപ്പം അതിനെ യോജിപ്പിക്കണേ. യോജിപ്പിക്കും. നല്ല ടേസ്റ്റ് അല്ലേ ചക്കക്കുരു മാങ്ങയും കറി. സൂപ്പറ. ചക്കപ്പുഴുക്കും വേണം. ഈ കോഴിയ ചക്കയൊക്കെ ഒത്തിരി ആവട്ടെ, എന്നിട്ട് ചക്കപ്പുഴുക്കൊക്കെ നമുക്ക് തോന്നും കേട്ടോ. ഇപ്പൊ ക്ഷമിക്കല്ലേ. അപ്പൊ അതിനെ യോജിപ്പിച്ചേ. നമ്മുടെ അരപ്പന്തി എടുത്തോണ്ട് വരട്ടെ. അരപ്പ് നല്ലതായിട്ട് അങ്ങോട്ട് അരച്ചു വെച്ചിട്ടുണ്ട്. ക്ലാസ്സിൽ പറഞ്ഞതാണ് അരപ്പ് എങ്ങനെയൊക്കെയാന്നുള്ളത്. അരക്കണ്ടി അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. കഴുകാനൊന്നുമില്ല. ഉപ്പിടണം. ഇട്ടില്ലായിരുന്നല്ലോ നമ്മളല്ലേ. ചക്കക്കുരു മാത്രം നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതാ ഇട്ടില്ല. അയ്യോ ഊതിയല്ലേ കളയ, ഊതിയല്ലേ എടുക്കുന്നേ. പൊള്ളല്ലേ എന്റെ ചേട്ടനെ, പൊള്ളല്ലേ എന്റെ ചേട്ടനെ എന്നും പറഞ്ഞ. ഉപ്പില്ല, ഇട്ടില്ല. ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് ഒന്ന് ചൂടായാൽ മതിയേ. എവിടെ ആണോ വിളിച്ചിട്ട് വിളിച്ചിട്ട് ആണോ? എന്നോട് പറഞ്ഞുകൊണ്ട് ഞാൻ പോയി കാണാനുള്ളത്. അപ്പൊ നമ്മള് ഇതിന് ഉപ്പുണ്ടോ നോക്കട്ടെ. ഇനി ഉപ്പുണ്ടോ നോക്കാം. സൂപ്പറാ. മോന് ഇവിടെ വയനാട്ടിൽ പോയപ്പോ കൊണ്ടുവന്ന നന്നാറി സിറപ്പ്. നന്നാറി സിറപ്പാണ്. സർബത്ത് ഞാൻ പറഞ്ഞ കേട്ടോ. നന്നാറി ടേസ്റ്റ് ഇല്ല. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് നമ്മളൊന്നും പിടിക്കത്തില്ല. അപ്പൊ ഇതിനെ ഒന്ന് ചൂടാക്കാം. നമുക്ക് ചൂടാക്കി പൊട്ടിക്കുകയും ചെയ്തു. കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് നമുക്ക് കടുവാക്കാം കേട്ടോ. ഇതൊന്ന് തിളച്ചു പോലെ കേട്ടോ. ചൂടാക്കിയാൽ മതിയേ. തിളച്ചു പോയാൽ പോയി, എല്ലാം പോയി കേട്ടോ. അതൊന്ന് ചൂടാക്കണം. ഓർമ്മയില്ലാത്തവരൊക്കെ ഇവിടെ തന്നെ നിന്നോണം തിളയ്ക്കാതെ. അപ്പൊ പാട ഒന്ന് നമ്മൾ എന്നൊക്കെ പഠിച്ചു. പാട ഒന്ന് ചക്കക്കുരു മാങ്ങയും കറി. ചക്കക്കുരു മാങ്ങ കുക്കറിനകത്തിട്ട് വേഗം വെള്ളം ഒഴിച്ച് ശകലം മുളക് പൊടി ഇട്ടോ ഉപ്പും ഇട്ട് വേഗം വെക്കുക. നല്ലതായിട്ട് വിസിലടിച്ച് വെന്ത് കഴിയുമ്പം വെന്തില്ല കുത്തി ഉടയ്ക്കുക. അരപ്പ് തേങ്ങായ ശകലം മഞ്ഞൾപ്പൊടി ഇച്ചിരി ജീരകം ചുമന്നുള്ളി നന്നായിട്ട് അരച്ച് ചേർക്കുക. അയ്യോ നിർത്തിയേക്കാം. ഞാൻ വാചം അടിച്ചത് തിളച്ചാനേ. ഇപ്പോൾ ചൂടാവുമ്പോൾ നിർത്തുക. ചേർത്തിട്ട് എന്നിട്ട് കടുക് വറുക്കുക. തീർന്നു. പാടൻ 2 വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി. അതറിയാത്തവരുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ കല്ല് വാങ്ങിക്കും. പിന്നെ പാടം 3 മീൻകറി കടയിൽ. മീൻ കടയെ കൊണ്ടുവന്നിട്ട് പറയാം. അരച്ചു വെച്ചാൽ അറിയാലോ എന്നൊക്കെയാണ് മീൻകറിക്ക് പറഞ്ഞു തന്നാ. അപ്പം തന്നെ കടുക് വറുത്തത് പിന്നെ കാണാം. കടുകൊക്കെ വറുത്ത് കടയിലൊക്കെ പോയിട്ട് വരാം. ഏത് മീൻ മേടിക്കണം എന്നുള്ള കൺഫ്യൂഷനായി ലാസ്റ്റ് പിന്നെ കായൽ വറ്റ മേടിച്ചു. കണ്ട, ഇതാണ് കായൽ വറ്റ. ഇതിനെ മേടിച്ചു. കണ്ട, ഇതാണ് ഞാൻ മേടിച്ച വറ്റ, കായൽ വറ്റ. നല്ല മീനാണ്. പക്ഷേ മത്തി അയിലയും നോക്കി ചെന്നതാണ്. പക്ഷേ ഇന്ന് മത്തി അയിലയും കടലിൽ ചെന്നിട്ടില്ല എന്നാണ് അവർ പറഞ്ഞത്. അപ്പം ഇതിനെ
വറുത്തരച്ചും വെച്ച് പച്ചയ്ക്കും വെക്കാനാണ് പ്ലാനിങ്. വറുത്തരച്ചാണ് ഇച്ചിരി ചാറെങ്കിലും കൂട്ടാലോ എന്ന് ഓർത്തു. കാരണം വലിയ മീൻ എനിക്കിഷ്ടമില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഓക്കെ, ഇതിനെല്ലാം കഴുകിയെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ മീനിനെയൊക്കെ വെട്ടി ചെറിയ കഷ്ണങ്ങളാക്കി. അപ്പോൾ നമുക്കിതിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യണം. നമ്മുടെ മാക്സ് പോലെ, ഇന്നത്തെ മാക്സ് ഫിഷ് ചെയ്ത്, അതായത് 1, 2, ഈ 2 ഇപ്പുറത്തോട്ടിടാം. സോറി കേട്ടോ, 2 കഷ്ണം ഇന്ന് ഉച്ചയ്ക്ക് കൂട്ടുമല്ലോ. 2 കഷ്ണം ഇങ്ങനത്തെ 2 കഷ്ണം കൂട്ടുമല്ലോ. ആ, പിന്നൊരു വാല്, നാളത്തേക്ക് ഓരോ വാല്. ആ, അമ്മയ്ക്ക്. എനിക്ക് ഇതിനോട് ഒത്തിരി വലിയ താല്പര്യമൊന്നുമില്ല. അതാ പറഞ്ഞേ, എനിക്കിതിനോടെ വലിയതില്ല. ഒറ്റ ഒരു പീസ്. ആ, ഇത് മതി. ഒരു പീസ് എനിക്ക്. ഇത് എന്നും പറഞ്ഞ് ഇടുന്നു, അല്ലെങ്കിൽ ഇത് ചെറുതൊരെണ്ണം നോക്കാം. അപ്പം അത് വറുത്തരച്ച് വെക്കാൻ ഇതിനകത്തോട്ട് 2 കൂടി ഇടാവേ. അതായത് എന്നിട്ട് ഇതിനകത്തോട്ട് ഇടാം. പിന്നെ വറുക്കാനും എടുത്ത് വെച്ചിട്ട് കാണിക്കാം. അപ്പം നമ്മുടെ മീൻകറിയൊക്കെ അടുപ്പത്താക്കിയേ പച്ചയ്ക്ക് വെക്കാനുള്ളത് വെച്ചു. അയ്യോ, പച്ചയ്ക്കെന്ന് പറയണ്ട, ഇനി തേങ്ങ അരച്ച് വെച്ചെന്ന് പറയാം. അങ്ങനെ ഞാൻ ജോമ ഓടി വരും പച്ചയെന്നൊക്കെ പറഞ്ഞ്. വറുത്തരച്ച് വെക്കാനുള്ള വെച്ചു. ദേ കൊച്ചിന് മാത്രം വറക്കാനും ഇട്ടു. അപ്പം അവിടെ കിടന്ന് വേവട്ടെ. അന്നേരം നമ്മൾ മത്തി അന്വേഷിച്ച് പോയപ്പം മത്തി കടലിലൊന്നും ഇല്ലെന്ന്, ബീച്ചിൽ മത്തി ഇപ്പം വരുന്നില്ലെന്ന്. അതുകൊണ്ട് മത്തി കിട്ടിയില്ല, കായം വെച്ചിരിക്കും. ഇരിക്കട്ടെ, വറുത്തരച്ചും വെച്ച് ചാറ് അങ്ങോട്ട് മുക്കി കുറേ ചോറും കൊടുത്തു. 2 ദിവസമായില്ല അരി ആഹാരം കഴിച്ചിട്ട്. അതുകൊണ്ട് അങ്ങോട്ട് ചോറ് ഉരുളി ഉരുട്ടുക, വറുത്തരച്ച് വെക്കുന്ന മീൻകറിക്കകത്തോട്ട് മുക്കുക, കഴിക്കുക. അപ്പോൾ അതങ്ങനെ ആയില്ലേ. അപ്പം അതൊക്കെ അവിടെ കിടന്ന് വേവട്ടെ, എന്നിട്ട് കാണാം. അപ്പം നമ്മുടെ മീൻകറിയൊക്കെ അങ്ങനെ പറ്റിക്കൊണ്ടിരിക്കുവാണ്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം, ഉപ്പും പുളിയും എല്ലാം ഉണ്ടോയെന്ന്. മീൻ വറുത്ത് കഴിഞ്ഞു. അതിനെ ഒന്ന് അടച്ചു വെച്ചേക്കാം. അവന് ചെറിയ മൂത്തയാളിന്ന് ഓഫീസിൽ പോയി കേട്ടോ, വെളുപ്പിന്. അത് ഞാൻ പറഞ്ഞില്ലായിരുന്നു കേട്ടോ. 2-3 ദിവസം ഇവിടെ ഉണ്ടായിരുന്നു. ഒരു ദിവസം ലീവ് എടുത്തായിരുന്നു. അങ്ങനെ അവരങ്ങ് പോയി. അവർ ട്രിപ്പൊക്കെ കഴിഞ്ഞ് വയനാടും ഒക്കെ പോയി വന്ന് പിറ്റേ ദിവസം ലീവ് എടുത്ത് എൻ്റെ ഫ്രണ്ട് ഇവിടെ ഉണ്ടായിരുന്നു. അവൻ രാവിലെ വെളുപ്പിന് തന്നെ, ഇന്നലെ തന്നെ വെളുപ്പിനെ പോയി. മോന് ഇന്നലെ ലീവ് എടുത്ത് ഇന്ന് വെളുപ്പിനെ പോയി. ചെറിയ ആൾക്ക് സ്റ്റഡി ലീവാ. അവനവിടെ പഠിക്കുന്നെന്ന് പറയുന്നു, മന്ത്രിക്കുന്നുണ്ട് അവിടെ. അതായത് നമ്മുടെ ഇവിടെ തന്നെ ഇരുന്നാണ്, റൂമൊന്നും അടച്ചിട്ടിട്ടൊന്നുമല്ല, നമ്മുടെ മുമ്പിൽ ഇരുന്ന് തന്നെയാണ് പഠിക്കുന്നത്. അപ്പം എരിവും പുളിയും എല്ലാം ഉണ്ടോ നോക്കാം. ആദ്യം നമ്മുടെ പച്ചമീൻ്റെ നോക്കാവേ. എല്ലാം മതി, ഒന്നും വേണ്ട. ശരി, 100 പ്രാവശ്യം കഴിയാൻ മതി. വറുത്തരച്ചെന്ന് നോക്കട്ടെ. എനിക്കറിയത്തില്ല. ചക്കരം കൂടി ഇതിന് വേണം കേട്ടോ. എന്താ ഉപ്പിച്ചിരി വേണ്ട, അതോടെ മതി. എല്ലാം മതി. എല്ലാം എരിവും പുളിയും ഉപ്പും എല്ലാം 2-നുണ്ട്. അപ്പൊ നമുക്ക് വറുത്തരച്ച് വെച്ചതിൻ്റെ മീൻകറി നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം. അത് പറ്റി നോക്കട്ടെ, ഇവിടെ പറ്റണം നോക്കട്ടെ. അല്ല, അത് പറ്റി. പച്ചയുടെ ശകലം കൂടെ പറ്റാനുണ്ട്. നമുക്ക് ഇവനെ ഇങ്ങോട്ടെടുത്ത് വെക്കാം. ഇവിടെ വെക്കാം. വറുത്തരച്ച് വെക്കുന്നത് അവിടെ എടുത്ത് വെക്കാം. ഓക്കെ, ഇവന്റെ കറി ഇവിടെ ഇരിക്കട്ടെ. കഴുകി വെക്കാൻ കഴുകിയുണ്ട്, കൈയും കഴുകട്ടെ.
പച്ചരച്ചതിനെ കഴുകണം. അങ്ങനെ മത്തി ആയാലും പറഞ്ഞ് എന്താണെങ്കിലും കുഴപ്പമില്ല. അങ്ങനായി ചൂടപ്പറ്റട. ഇത്തിരി പറ്റിയാലും ചാറ് വേണ്ടേ അല്ലേ? അത് ചൂടപ്പറ്റട്ടെ. ഇത്തിരി വെള്ളം പോലെ തന്നെ കൊള്ളാം. അപ്പൊ ഇന്ന് പാടം 3 ആയല്ലോ. പാടം 1 ചക്കക്കുരു മങ്ങിയും പാടം 2 വെണ്ടയ്ക്ക മെഴുക്കോട്ടി, പാടം 3 പാടം 4 ആയി. പാടം 3 വറുത്തരച്ച് വെച്ച മീൻകറി, പാടം 4 പച്ചക്കരച്ച് വെച്ച മീൻകറി, പാടം 5 മീൻ വറുത്തത്. ശരിക്കും എത്രയും ദിവസത്തെ കേട് തീർന്നു. 2-3 ദിവസം ഏതായാലും മീനില്ലാത്തതിന്റെ കേട് തീർന്നു. അപ്പൊ ഇന്ന് ഇത്രയും ചോറ് ഞാൻ ഉണ്ണുന്നതായിരിക്കും. വറുത്തരച്ച് വെച്ച മീൻകറിയുടെ ചാറും കഷ്ണം. എനിക്ക് അത്ര വലിയ എനിക്ക് കുഞ്ഞുമീൻ ഇഷ്ടം. ചാറ് മതി. അങ്ങോട്ട് ഉരുട്ടണം, ചോറ് ഉരുട്ടണം. ഉരുട്ടിട്ട് അതിലോട്ട് മുക്കി. എനിക്കറിയത്തില്ല, ഞാൻ കുറെ ഉണ്ണും. അപ്പൊ നമുക്കിനി കുറച്ച് നേരത്തേക്ക് കാണത്തില്ല കേട്ടോ, പിന്നെ കാണാവേ. അപ്പം ഞങ്ങൾക്ക് ചോറൂണിൻ്റെ സമയമൊക്കെ ആയേ. ഞങ്ങൾ ചോറൊക്കെ ഉണ്ണട്ടെ. ഇനി ഞങ്ങൾക്ക് വറുത്തരച്ച് വെച്ച കറിയുണ്ട്, പച്ചരച്ച് വെച്ച കറിയുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഉണ്ണാം. ഇത് കണ്ടോ, നമ്മൾ ഉച്ചയ്ക്ക് ഞങ്ങൾ ചോറൊക്കെ ഊണ് കഴിഞ്ഞപ്പോൾ വലിയൊരു കാറ്റ് വന്നേ. ഒരു വല്ലാത്ത കാറ്റാണ്. നോക്കിക്ക്, ഫുള്ള് ഇതേ ഷെഡിനകത്ത് വരെ, കാർ ഷെഡിനകത്ത് നിറച്ച് ഫുള്ളായി. കണ്ടോ, എന്തോ ആരോ കൊണ്ട് ഇട്ട പോലെ കിടക്കുന്നത്, നിറച്ച് കരിയിലായി. ഇതെല്ലാം ഇപ്പം ഇനി ഞാൻ തൂത്ത് വരാൻ പോവാണ്. ഇച്ചിരി നേരം ഒന്ന് സംസാരിച്ചിട്ട്, എൻ്റെ കൂട്ടുകാരുമായിട്ടൊന്ന് സംസാരിച്ചിട്ട് എല്ലാം തൂത്ത് വരണം. 2 ദിവസമായല്ലേ നമ്മളൊന്നിച്ചിങ്ങനെ ഇരുന്ന് സംസാരിച്ചിട്ട്. സമയൊന്നും പറയുന്നില്ലായിരുന്നു. അതിലൂടെ ഉറക്കം നിപ്പും എല്ലാം കൂടെ ആയപ്പോഴത്തേക്കും സമയമില്ലാതായിപ്പോയി. എന്നാ ചെയ്യാനാ? എല്ലാവർക്കും ആർക്കും ഇല്ലായിരുന്നല്ലോ സമയം. നമ്മുടെ യൂട്യൂബേഴ്സിന് ഒന്നിനും സമയമില്ലായിരുന്നു. അതുകൊണ്ട് എല്ലാവർക്കും ഉറക്കനിപ്പൊക്കെ അല്ലായിരുന്നോ? എല്ലാവരും ഉറക്കാക്കാൻ നിന്നോ? അതോ കുംഭകർണനായിട്ട് കിടന്ന് ഉറങ്ങിയോ? തിരുവാതിര നൊയമ്പ് എടുത്തിട്ട് സൂപ്പറായിട്ട് കിടന്ന് ഉറങ്ങിയോ? ഞങ്ങളെല്ലാവരും നല്ലതായിട്ട് നൊയമ്പെടുത്ത്. ഞങ്ങൾ ഉറങ്ങിയതേ ഇല്ലല്ലേ, ഒരു തരി പോലും ഞങ്ങൾ ഉറങ്ങിയതേ ഇല്ല. വന്ന് നോക്കിയാൽ അറിയാം ഉറങ്ങിയോ ഇല്ലയോ എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ പറയുന്നൊന്നുമില്ല, കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. പിന്നെ ഞങ്ങൾ തിരുവാതിര എല്ലാം കഴിഞ്ഞ് രാത്രിയില് വെളുപ്പിനെ വരെ കളിച്ചില്ല കേട്ടോ. 1:45 വരെ കളിച്ചുള്ളൂ. പാതിരാപ്പും എല്ലാം എടുത്ത് 1:45 ഞങ്ങൾ നല്ല രസമായിരുന്നേ. ഞങ്ങളുടെ ചേച്ചിയുടെ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ തിരുവാതിര കളിച്ച ചേച്ചി സെക്രട്ടറിയാണ്. ആ ചേച്ചിയുടെ വീടെന്ന് എല്ലാവരും വീട്ടുകാരൊക്കെയാണേ. ചേച്ചിയുടെ വീട് പുതിയ വീടായിരുന്നേ. അപ്പം ചേച്ചി പറഞ്ഞു അവിടെ വെച്ച് നടത്തണമെന്ന്. ചേച്ചിയുടെ മോനും ആഗ്രഹം, എല്ലാവർക്കും ആഗ്രഹം. അപ്പം നമുക്ക് എന്താ ആഗ്രഹം സാധിക്കണ്ടേ? നമ്മളവിടെ നിന്ന് അടിപൊളിയായിട്ട് തിരുവാതിര എല്ലാം കളിച്ചു. ഡാൻസൊക്കെ, ലാസ്റ്റ് എൻ്റെ ഒരു ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. ചിരിച്ച് തല കുത്തി എല്ലാവരും കൂടെ. അങ്ങനെ തിരുവാതിര എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കുറേ ഒരു ഗാങ് ആയിട്ട്, ഞാൻ പറയാം കൂട്ടുകാരുടെ പേര്. ഞാൻ, അശ്വതി, സതി, സുപ്രീത, നമ്മുടെ സുപ്രീത, ഇതിനകത്തെ സുപ്രീത അല്ല കേട്ടോ, സുപ്രീത, ബിന്ദു, ശ്രീലത ചേച്ചി, പിന്നെ ആരായിരുന്നു നമ്മൾ ഒന്നിച്ചു വന്നത്? ശ്രീലത ചേച്ചി, സതിയെ കൂട്ടിയല്ലോ, പത്മിൻ ചേച്ചി. അങ്ങനെ ഞങ്ങളെല്ലാവരുടെ ഒറ്റ ഗായങ്ങായിട്ട് വർത്താനം എല്ലാം പറഞ്ഞ് അവിടുന്ന് നടക്കുമായിരുന്നേ. ആ മിനി, നമ്മുടെ മിനി ശ്രീദേവിയില്ലേ, അവള് ഉറക്കം നിൽക്കാൻ ഞങ്ങളുടെ ഒപ്പം വന്നിരുന്നു. എല്ലാ വർഷവും അവള് ഞങ്ങളുടെ ഒപ്പം ഉറക്കം നിൽക്കാൻ അവള് വന്നിരിക്കും. അവള് കളിക്കത്തില്ല, അവള് വന്ന് അവിടെ ഇങ്ങനെ ഇരിക്കുവേ, ഇരുന്ന് ഉറക്കം നിൽക്കും. അവൾക്ക് ഭയങ്കര ഇതാണ്, നൊയമ്പെടുത്ത് ഉറക്കം നിൽക്കും. എല്ലാ വർഷവും ഞങ്ങളുടെ ഒപ്പമാണ് അവള് വരുന്നത്. അവള് എല്ലാവരുടെ ഗായങ്ങായിട്ട് കൂട്ടായിട്ട് വഴി കൂടെ ഉറക്കെ, നമുക്ക് കിട്ടിയ സ്വാതന്ത്ര്യമല്ലേ, ഉറക്കെ, ആണുങ്ങളൊന്നും ഇല്ലല്ലോ, ഉറക്കെ സംസാരിച്ച്. എല്ലാത്തിനും പേടിയാണേ, അതാ ഉറക്കെ സംസാരിച്ചത്. അപ്പൊ ഞങ്ങൾ തന്നെ പറയായിരുന്നേ, പ്രേതങ്ങളൊക്കെ ഇറങ്ങുന്ന സമയമാണ്. ഏതെങ്കിലും ഒരു പ്രേതം ഒരാളെ വന്ന് നമ്മളെ എടുത്തോണ്ട് പോയി കഴിഞ്ഞാൽ, അപ്പൊ ഞാൻ പറഞ്ഞു, ഒരാളെ കൊണ്ടുപോയാൽ പിന്നെ ആ കൊണ്ടുപോയ പ്രേതം തിരിച്ചു കൊണ്ട് ആ സ്ഥാനത്ത് തന്നെ കൊണ്ടുവിടും. മനസ്സിലായല്ലോ. അതുകൊണ്ട് ആരും പേടിക്കണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഒത്തിരി ഉറക്ക ചിരിച്ചും ഭയങ്കരമായിട്ടൊക്കെയാ വന്നത്. ഞങ്ങൾ നല്ല രസമായിരുന്നു കേട്ടോ. ഇനിയിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രസങ്ങളെല്ലാം തീർന്നു അല്ലേ. പിന്നെ ഞങ്ങള് നമ്മുടെ കരയോ കെട്ടിടത്തിലല്ലായിരുന്നോ ഏകാദശിക്ക് വിളക്ക് വെച്ചത്. അപ്പൊ വിളക്ക് വെച്ചെടുത്ത് തന്നെ മംഗളം ചെന്ന് പാടാൻ പറ്റും.
അപ്പൊ ഞങ്ങള് ഇന്നലെ രാത്രിയില് പോയി മംഗളവും ചൊല്ലി നമ്മുടെ തിരുവാതിര ഈ വർഷത്തെ പര്യവസാനിച്ചു. മംഗളം മഹാമായേ നമോ നമോ, മംഗളം ജഗദമ്മേ നമോ, അങ്ങനെയുള്ള ഒരു ബാക്കിയുണ്ട്. അങ്ങനെ പാടി ഈ വർഷത്തെ തിരുവാതിര കഴിഞ്ഞു എന്ന് പറയല്ലേ. മലയാളം ടീച്ചർ ആണെങ്കിൽ, ഞാനൊരു മലയാളം ടീച്ചർ ആയിരുന്നെങ്കിൽ ആ പറയുന്നത് എങ്ങനെയാണെന്നറിയാവോ? അമ്മയ്ക്ക് അറിയത്തില്ലല്ലേ. പര്യവസാനിച്ചു. എന്നാ ഇതൊന്നും കൊച്ചിലെ പഠിക്കാത്തത്? അനുസരണയില്ലാത്തോണ്ട് ഞാൻ അമ്മയോട് വഴക്കായിരുന്നു. ഒരു അനുസരണയില്ല, കാര്യ അനുസരണയില്ല. അതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ വഴക്കിട്ടു. അനുസരണയില്ലാത്തോണ്ട്. ഇപ്പോഴല്ലേ അനുസരണ പഠിക്കേണ്ടത്? 80 അനുസരണ ഇപ്പഴാ. കൊച്ചു പിള്ളേരെ പോലെ ഇപ്പഴല്ലേ ആവേണ്ടത്. ഇപ്പൊ കൊച്ചാ. അതുകൊണ്ട് അനുസരണ പഠിക്കണം. അനുസരണ ഇല്ലാത്തോണ്ട് ഞങ്ങള് തമ്മിൽ അടിയായിരുന്നു. അതുകൊണ്ട് പിന്നെ എല്ലാം സമ്മതിച്ചു. ഇനി അനുസരിച്ചോളാന്ന് സമ്മതിച്ചു. അനുസരണ തുടങ്ങി. അതുകൊണ്ട് ഞങ്ങള് തമ്മിൽ കൂട്ടായി. ഇനിയിപ്പൊ ഞങ്ങള് കൂട്ടാണേ. ഇനി അനുസരണക്കേട് കാണിച്ചാ വീണ്ടും വഴക്കിടും, പിണങ്ങും. കേട്ടല്ലോ? എന്നാ പറയാനോ, കുഞ്ഞു പിള്ളേരെ പോലല്ലേ ഇപ്പൊ എല്ലാരും. പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ നമ്മുടെ ഇന്ന് എനിക്ക് എന്റെ പയറിനൊക്കെ ഇച്ചിരി വളമൊക്കെ ഇടണമെന്നുണ്ട്. ഇവിടെയൊക്കെ തൂത്തിട്ടേ ഉള്ളൂ. തൂത്തിട്ട് അതിനിപ്പുറം വീഡിയോ എഡിറ്റ് ചെയ്യണം. ഒരു ദിവസം മുടങ്ങിപ്പോയില്ല എന്റെ വീഡിയോ. നമുക്കൊരു ദിവസം വീഡിയോ മുടങ്ങിയ ഉടനെ നമുക്ക് ടെൻഷൻ അല്ലേ. അയ്യോ, നേരം വെളുക്കുമ്പോഴേ വൈറ്റ് സ്റ്റുഡിയോയിൽ പോയി നോക്കും ഡോളർ എത്രയായിരുന്നു. നോക്കാത്ത ആരെങ്കിലും ഉണ്ടോ? എല്ലാരും വലിയ ഗമയടിക്കുക. ഞാൻ നോക്കാറില്ല ഡോളർ ഒന്നും. ഈ പറയുന്ന യൂട്യൂബിലെ എല്ലാവരും തന്നെ നമ്മുടെ ഡോളർ എത്രയായെന്നുള്ളത് നോക്കുമെന്ന് ഞാൻ എണ്ണി തിട്ടപ്പെടുത്തി തരാം, ഞാൻ ഉൾപ്പെടെ. ചിലപ്പം ഒരു വാശിപ്പുറത്ത് ഞാൻ കാണിക്കേ. കഴിഞ്ഞ ഇടയ്ക്കൊക്കെ ഞാൻ പറഞ്ഞിട്ടില്ല നോക്കത്തില്ല. അതെങ്ങനെയാണെന്നറിയാം? കുറച്ച് 2-3 ദിവസം കൂടുമ്പോ ഒന്ന് നോക്കുമ്പോ ഒരു സന്തോഷല്ലേ. ഇച്ചിരി കൂടിയല്ലോ എന്നുള്ള ഒരു സന്തോഷത്തിന് വേണ്ടി ഓർക്കാഞ്ഞിട്ടില്ല. അങ്ങനെ ഞാൻ നോക്കത്തില്ലായിരുന്നു. എന്നിട്ട് അമ്മയോട് ഞാൻ പറയും, അമ്മേ ഇന്ന് ഞാൻ ഡോളർ നോക്കട്ടെ. ലൈറ്റ് സ്റ്റുഡിയോ എടുക്കും, എണ്ണക്കും, വേളി നോക്കും. അപ്പൊ ഇത്ര, ഇന്ന് ഇത്രയായി. അപ്പൊ സന്തോഷാവും. അങ്ങനെ നോക്കും, ചായ കുടിക്കും. രാവിലെ ചായ കുടിക്കും, ഗുഡ് മോർണിംഗ് വിടും. എല്ലാവർക്കും തന്നവർക്കൊക്കെ കമന്റ് വിടും. പിന്നെ തരുന്നവർക്ക് പിന്നെ സമയമുള്ളപ്പോ കമന്റ് വിടും. പിന്നെ എണ്ണക്കും, ഡോളർ നോക്കും. ഡോളർ എത്രയെങ്കിലും 50, 52 ഒക്കെ വെച്ച് കൂടാറുണ്ട്. ചില ദിവസം 30, ചില ദിവസം 20. എല്ലാ ദിവസവും അങ്ങേറ്റവും ആണെന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ. അങ്ങനെ ആകണമെങ്കിൽ ഞാൻ വലിയ യൂട്യൂബ് ആളൊന്നും അല്ലല്ലോ. അതാ ഞാൻ പറയുന്നത്, കേട്ടല്ലോ. പിന്നെ നമ്മുടെ വീഡിയോ ഒക്കെ ക്ലിക്കായി വൈറലാകും ഒരു ദിവസം നമ്മളെല്ലാവരും, കേട്ടോ. മനസ്സിലായല്ലോ? എല്ലാവരും വൈറലായി നല്ല അടിപൊളിയായിട്ട് ഏതെങ്കിലും ഒരു ടൈമിൽ നമുക്ക് ഒരു ചാനൽ ഇതായി പോയാ പോരെ. അപ്പം ഡോളർ ഒന്ന് കയറി വരും. പിന്നെ ഞാൻ ഇവിടെ ഒന്നും നിക്കത്തില്ല. തുള്ളി ചാടി ഓടും. അല്ലാതെ തന്നെ തുള്ളും അല്ലേ? അമ്മ പിന്നെ പേടിച്ചു പോയി. ഇതന്നെ എന്റെ മകൾക്ക് എന്നാ പറ്റിയെന്ന്. അങ്ങനെ വല്ല തുള്ളി. ഇന്നലെ നാരങ്ങ മിഠായി എന്ന് പറയുന്നുണ്ടമ്മേ ചാനല്. നാരങ്ങ മിഠായി അമ്മയുടെ ഫേവററ്റ് ആട്ടോ. നാരങ്ങ മിഠായി അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടാണ്. അപ്പം ഒരു യൂട്യൂബിലെ ഒരാള് നാരങ്ങ മിഠായി, എന്റെ പ്രായമാണ് എന്നാന്നൊന്നും എനിക്ക് അറിയത്തില്ല. നാരങ്ങ മിഠായി ഞാൻ വിളിക്കത്തുള്ളൂ. എന്താണേലും നാരങ്ങ മിഠായി എന്നാ ചാനലിന്റെ പേര്. എന്റെ ജയാസ് വെറൈറ്റി ബ്ലൗസ് അല്ലേ, അതുപോലെ നാരങ്ങ മിഠായി എന്നാണ് ചാനലിന്റെ പേര്. പാവ നല്ല ഒരു ഇതായിട്ട് എനിക്ക് കമന്റ് എല്ലാം ഇടും. നല്ല രസാ. അമ്മയ്ക്ക് ഇഷ്ടമല്ലേ നാരങ്ങ മിഠായി? അമ്മയ്ക്ക് ഇഷ്ടായിട്ടോ. ഞാൻ അമ്മയോട് ഇനി നാരങ്ങ മിഠായിയുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞേക്കാം. ഭയങ്കര ഡെയിലി തിന്നുമായിരുന്നു. ഇപ്പൊ എനിക്ക് പേടിയാ. ഷുഗർ നാരങ്ങ മുട്ടായി. കഥ പോയ പോക്ക് കണ്ടോ? കഥ പോയ പോക്കുണ്ടോ? ചാനലിന്റെ പേര് നാരങ്ങ മുട്ടായി.
അത് വേറെ ഇത് വേറെ മിഠായി കേട്ടോ. തിന്നുന്ന എന്താ ചെയ്യാനാട്ടോ. നാരങ്ങ മിഠായിയേ, മിഠായി തിന്നുമ്പോ എപ്പോഴും ഞാൻ പറഞ്ഞേക്കാം നാരങ്ങ മിഠായിയുടെ കാര്യം കേട്ടോ. അപ്പൊ നാരങ്ങ മിഠായി എന്തോന്ന് പറയുവാണേ. ഇന്നലെ എന്താ ഒരു ഉഷാറില്ലല്ലോ എന്ന് ഇൻട്രൊഡക്ഷൻ പറഞ്ഞപ്പോ ഞങ്ങൾക്ക് അങ്ങനെയുള്ള ജയ വേണ്ട, നല്ല ചാടിത്തുള്ളി പറയുന്ന ജയ മതി. ശരിയായി. അതെന്നാന്നറിയോ, എനിക്കൊന്ന് നൊയമ്പെടുക്കുന്ന തുടങ്ങിയപ്പോഴത്തേക്കെങ്ങാണ്ട് എന്തോ പതുക്കെ അത് പിന്നെങ്ങാണ്ട് ക്ഷീണമായിട്ടെങ്ങാണ്ട് ഇരുന്നപ്പോഴെങ്ങാണ്ടാ ഞാൻ പെട്ടെന്ന് എടുത്തത്. അതാ പറ്റിപ്പോയത്. പിന്നെ ഓരോ ദിവസം എന്നതാന്നുള്ള ടെൻഷനല്ലേ അല്ലേ നമുക്ക് എടുക്കുന്നേ. ടെൻഷനൊന്നും എനിക്കില്ല കേട്ടോ. ജീവിതത്തിൽ ടെൻഷനേ ഇല്ലാത്തൊരു കൊച്ചാ ഞാന്, അല്ലേ അമ്മേ? അതെ, അങ്ങനെയുള്ള ടെൻഷൻ ഒന്നുമില്ല. പിന്നെ എന്നതായിരിക്കും ഇന്നത്തെ വീഡിയോ? ഇന്ന് എന്നതാണ്, നമ്മൾ എന്താണേലും തിന്നുകയും കുടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അത് ഒരു വെള്ളം കുടിച്ചാലും അതങ്ങോട്ട് വീഡിയോ ആയിട്ട് അങ്ങോട്ട് ഇടുക, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ആരും കിടന്ന് വെപ്രാളൊന്നും പറഞ്ഞ കാര്യം. ഇങ്ങനെയൊന്നും പറഞ്ഞ് ചത്ത് കിടക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അതുകൊണ്ട് യൂട്യൂബുള്ള എല്ലാവരും ഞാൻ പറയുകയാണ്, എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് നമ്മൾ വെക്കുന്ന പാചകം മാത്രമാണേലും അതെടുത്തിടുക. 2 വ്യൂസ് എങ്കിൽ 2 വ്യൂസ് മതി. അന്നത്തേക്കുള്ളതായോ നമുക്ക് ഒരു സന്തോഷം ആയില്ലേ? ഒന്നും കിട്ടുന്നില്ല പറയാൻ. തമാശ ഒന്നും ഇല്ല ഇന്ന്, ഒന്നും കിട്ടുന്നില്ല. തമാശ ഇല്ല, ഒന്നും കിട്ടുന്നില്ല. കിട്ടുമ്പോ ഞാൻ പറയാം കേട്ടോ. കുറെ ശേഖരിച്ച് വെച്ചേക്കാം. ചില വളുപ്പ് തമാശയൊക്കെ പറയുമല്ലോ, അതുപോലത്തെ തമാശയൊക്കെ പറയുമ്പോ ഞാൻ ശേഖരിച്ച് വെച്ചേക്കാവേ. എന്നിട്ട് ഒന്നിച്ചെല്ലാം കൂടെ കോർത്തിണക്കി ഇടാം, കേട്ടല്ലോ? അപ്പം എല്ലാവരും നന്നായി ഇരിക്കുക. യൂട്യൂബ് ഉള്ളവരും അല്ലാത്തവരും, നമ്മുടെ ഫ്രണ്ട്സ്, നമ്മുടെ റിലേറ്റീവ്സ് എല്ലാവരും നന്നായിരിക്കുക. നമ്മുടെ ഈ വർഷം തീരാറാകുന്നു. 2024 നമ്മൾ കേറുവാണ്. ഇനി 3-4 ദിവസം കൂടെ കഴിയുമ്പോ നമ്മൾ 2020 കഴിഞ്ഞ ദിവസം അതൊരു കുഴപ്പ. കഴിഞ്ഞ ദിവസം എന്നോട് ചോദിക്കുവാണ്, 2020 എടേ ഇനി 2023 ആണോ? എങ്ങനെ ഉണ്ട് ഈ ലോകത്തെങ്ങും? ഞാൻ പറഞ്ഞു ഇത് എന്തൊരു കഥയാ. 2023 കഴിഞ്ഞ് 2024 ഇനി കേട്ടോ. ഇനി ആരോടും ഇങ്ങനെയുള്ള പത്രം നോക്കുന്നോണ്ട് തെറ്റത്തില്ല, പത്രത്തിനകത്തൊന്നും ഉണ്ടല്ലോ, അപ്പൊ തെറ്റത്തില്ല. പിന്നെ ചിലപ്പോ ഉണ്ടല്ലോ എനിക്ക് ഓർമ്മ നിൽക്കത്തില്ല. അപ്പൊ പറഞ്ഞു പത്രം നോക്കി അതിനപ്പുറം കഴിഞ്ഞ ദിവസം എന്നോട് 2023 അല്ലേ ഇനി വരുന്നേ? മറന്നുപോകും. പ്രായമായില്ലേ? കുഞ്ഞാണോ? എവിടെ പ്രായം? കുഞ്ഞ് ഈ പ്രായത്തിലും ചുറുചുറുക്കോടെ ഓടി ഓടി നടക്കേണ്ട പ്രായമല്ലേ ഇത്? അല്ല എല്ലാരും പറ കേട്ടോ, എല്ലാരും പറയണേ. 2024 ആകുമ്പോ അമ്മയുടെ ഡ്രസ്സൊക്കെ ഞാൻ മാറ്റുക. ഏതിലോട്ടാ പോകുന്നതെന്നറിയാവോ? ഒന്നുമില്ല, ബർമുട, അതല്ല ചുരിദാർ, കേട്ടല്ലോ? തീർച്ചയായിട്ടും ഞാൻ 2024 ജനുവരി 1 ആകുമ്പോ അമ്മയ്ക്ക് ചുരിദാറും മേടിച്ച ഒരു ബർമുടായും. വൈകിട്ടത്തെ ടൈമില് ഒരു ബർമുട നമുക്ക് ഇടിക്കാം. അല്ലാത്ത സമയം ചുരിദാറിലോട്ട് ഞാൻ മാറ്റാൻ പോണേ. അതാണ് 2024 വിശേഷം. തീർച്ചയായും നമുക്ക് മാറ്റാം. എന്നിട്ട് മക്കളും ഞാനും എല്ലാം കൂടെ ചൂരിദാറും ഒക്കെ ഇട്ട് ഒന്നിച്ച് നടക്കും. ഒരു തൊപ്പിയൊക്കെ വെച്ച് ടൂറിന് പോകുമ്പോ അമ്മയും ചുരിദാറ്, പിന്നെ മാറി മാറി ഇടാലോ. പ്രത്യേകിച്ച് സാരി സെറ്റിന്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ. പിന്നെ ഇന്നാള് വരെ ഞാൻ ടൂറിനൊക്കെ പോയി കേട്ടോ. ഞാൻ വിചാരിച്ചെന്നെ ഇന്നാള് വരെ ഞാൻ ചുരിദാറൊക്കെ പോയി. ടൂറിനൊക്കെ ഞങ്ങള് പോവും. എന്തൊക്കെ അതൊന്നും പ്രായം, അന്നേരം ഒന്നും പ്രായമില്ല. വിളിച്ചാലും റെഡി, അതൊക്കെ റെഡിയാ കേട്ടോ. അപ്പൊ പ്രായമേ ഇല്ല. എവിടാന്ന് അന്വേഷിക്കും ഞങ്ങളോട് പോകുന്നത്. എടി ജിജിയെ, അവിടെ കൊക്കയുണ്ടോടി, അവിടെ മലയാണോ, മേളിലോട്ട് കയറി പോകാവോടി എന്നൊക്കെ ചുമ്മാ തിരക്കും. അപ്പൊ നമ്മള് പറയണം, കുഴപ്പമില്ല അമ്മ, അമ്മയ്ക്ക് പോകാവുന്ന സ്ഥലമൊക്കെയാണ്. അത് കേക്കാൻ വേണ്ടിട്ട്. മനസ്സിലായോ? അപ്പൊ റെഡിയാവും. ഏതായാലും 24 ആവട്ടെ കേട്ടോ, നമുക്ക് മാറ്റിയെടുക്കാം. അപ്പൊ നമുക്ക് പിന്നെ കാണാം. തൂത്തുവാറ്റ ഒത്തിരി ഉണ്ട് കേട്ടോ. എല്ലാവരും ഞങ്ങളുടെ ഹാപ്പി ന്യൂ ഇയർ തുടങ്ങും. ഇപ്പഴേ പറയാം കേട്ടോ. പറഞ്ഞേര് ഹാപ്പി ന്യൂ ഇയർ. ഒന്നും ആയില്ലേ, വട്ട 2-നുവേ 2-3 ദിവസമൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങള് നേരത്തെ പറഞ്ഞു. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാ നിർത്താൻ സമയമായി. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമന്റ്, സബ്സ്ക്രൈബ് എല്ലാം ചെയ്ത് എന്റെ ചാനലിനെ എന്നാ ചെയ്യണമേ ചാനലിനെ സപ്പോർട്ട്
സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യണം. Support ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ തന്നെ കാണാം. ടാറ്റാ.